താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ജോസ് കെ മാണി നയിക്കുന്ന LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് അങ്കമാലിയിൽ സ്വീകരണം നൽകി. മാർക്കറ്റ് റോഡ് പരിസരത്ത് നിന്ന് വാദ്യമേള അകമ്പടിയോടെ ജാഥ ക്യാപ്റ്റനെ വരവേറ്റു. ജോസ് കെ മാണി നയിക്കുന്ന LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് അങ്കമാലിയിൽ സ്വീകരണം നൽകി. മാർക്കറ്റ് റോഡ് പരിസരത്ത് നിന്ന് വാദ്യമേള അകമ്പടിയോടെ ജാഥ ക്യാപ്റ്റനെ വരവേറ്റു. വർഷക്കാലമായി വ്യക്തമായ ഒരു പ്ലാനോടുകൂടി പദ്ധതിയോടുകൂടി എറണാകുളം ജില്ലയെ ഇന്ന് കേരളത്തിന്റെ കൊമേഴ്ഷ്യൽ അല്ല വ്യാപാര സ്ഥാപനമല്ല, പക്ഷെ ഈ രാജ്യത്തിന്റെ തന്നെ വ്യാപാര സ്ഥാപനമാക്കി ഇടതുപക്ഷത്തിൽ മാറ്റി എന്ന് പറയുമ്പോൾ എത്രയോ വലിയ പദ്ധതികൾ നടപ്പാക്കി. ഞാനിപ്പം എടുത്തെടുത്ത് വലിയതായിട്ട് പറയുന്നത് ഇതെല്ലാം അറിയാം. വാട്ടർ മെട്രോ എടുത്താലും ഇന്ന് റെയിൽ മെട്രോ, അതിപ്പോൾ നമുക്കറിയാം അതിന്റെ പദ്ധതി ഇപ്പോൾ അങ്കമാലിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഇന്ന് ടെക്നോ പാർക്ക് എടുത്താലും സൈബർ പാർക്ക് എടുത്താലും ഇൻഫോ പാർക്ക് എടുത്താലും അതോടൊപ്പം തന്നെ ഗെയിൽ പദ്ധതിയുടെ കാര്യം എടുത്താലും ഇങ്ങനെ 100 ഹൈവേകൾ എടുത്താലും അതോടൊപ്പം തന്നെ മറ്റ് നമ്മുടെ നെഹ്റു സ്റ്റേഡിയം അതിന്റെ നവീകരണം എടുത്താലും ബ്രഹ്മപുരം അവന്റെ മാലിന്യം കൊണ്ട് വളരെയധികം എന്തോരം പ്രതിഷേധങ്ങൾ വന്നതാ. ഞാൻ ഓർക്കുന്ന പത്രങ്ങളിലൊക്കെ വാർത്ത വന്നതാ. നേതാക്കളായ KK ശൈലജ ടീച്ചർ, TP രാമകൃഷ്ണൻ, PK ബിജു, സാബു ജോർജ്, മാത്യൂസ് കോലഞ്ചേരി, ബെന്നി മുനേലി, ഫ്രാൻസിസ് തോമസ്, ബിനോയ് ജോസഫ്, അഡ്വക്കേറ്റ് ജോസ് തെറ്റിയിൽ, KA ചാക്കോച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി അടുത്ത 5 വർഷത്തേക്ക് എന്താണ് കേരളം ആഗ്രഹിക്കുന്നത്, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്താണ് നിങ്ങളുടെ മക്കൾ ആഗ്രഹിക്കുന്നത്, ഇതെല്ലാം ചോദിച്ചു മനസ്സിലാക്കി ഞങ്ങൾ അതിനെ ഒക്കെ ക്രോഡീകരിച്ച് ഇന്ന് സർക്കാരിൻ്റെ അടുത്ത് ഈ യാത്രയ്ക്ക് ശേഷം കൊടുക്കുക. ഇതുപോലെ തന്നെ ഒരു യാത്ര 2021-ലും 2016-ലും നടത്തി. ആ ഘട്ടത്തിലും നേതൃത്വമൊക്കെ മുഖ്യമന്ത്രിയൊക്കെ ഇതിലേ വന്ന് ഇതുപോലുള്ള എല്ലാവരുമായി കണ്ട് സ്വരൂപിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രകടന പത്രിക മാനിഫെസ്റ്റോ രൂപം കൊടുത്തു. അതിനകത്തുള്ള 96% പൂർത്തീകരിച്ചു. അക്കമിട്ട് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ നിർദ്ദേശവും ഉപദേശവും അതിന്റെ സജഷൻസും ഐഡിയാസും ഒക്കെയാണ് പ്രായോഗികമായി നമ്മളൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനകരമാകുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നടപ്പിലാക്കുവാൻ കഴിയുന്നത്.